ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞ നമ്മൾ പറയില്ലേ മുൻകൂർ ജാമ്യം എടുക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം വലിയ വീഡിയോസൊന്നും ഉണ്ടാവാൻ വഴിയില്ല എന്ന്. കാരണം ഫുൾ എന്താ പറയുക, കൊണ്ടുവന്ന സാധനങ്ങൾ ബോക്സുകളിലാക്കുക, ബില്ലിടുക, അതിൻ്റെയൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോഴത്തേ ചാക്കോച്ചൻ വന്ന് എൻ്റെ മുമ്പിൽ നിന്ന് ഷൈൻ ചെയ്യാൻ ഞാൻ രാവിലെ എണീറ്റ് ക്യാമറയും കൊണ്ടുവന്ന് ഫോണും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് നിന്ന് ചിരിയാട്ടോ. അങ്ങനെ ദേ ഇവിടെ പാച്ചു എണീറ്റു, ഒക്കെ എല്ലാവരും ഗുഡ് മോർണിംഗ് ആയിട്ടുള്ളൂ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിടന്നും ഇരുന്നൊക്കെയാണ് എണീക്കുക. പിന്നെ രാവിലെ തൊട്ട് ഫുൾ ഓണാണ്. കാരണം ഇപ്പോൾ സ്കൂളിലൊന്നും പോകണ്ടല്ലോ, ഈ സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴാണ് ഈ രാവിലെ എണീക്കാനുള്ള മടിയും കാര്യങ്ങളൊക്കെ വരിക. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, വൈകിട്ട് ഇവർ വരുന്ന സമയം വലിയ ശരിയല്ല. 1:30 വന്നു കഴിഞ്ഞാൽ 2-2:30 ആകുമ്പോഴാവും എല്ലാം കഴിഞ്ഞ് കുളി കഴിഞ്ഞ് കിടന്ന് ഉറങ്ങാൻ നിൽക്കുക. ഈ 2:30-3 ആകുമ്പോൾ ഉറങ്ങിയിട്ട് പിന്നെ ചിലപ്പോൾ എണീക്കാൻ 5:30-6 ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതനുസരിച്ച് രാത്രി ലേറ്റ് ആകുമ്പോൾ രാവിലെ ലേറ്റ് ആവും. അപ്പോൾ അതാണ്. അപ്പോൾ ശരിക്കുള്ള എന്താ പറയുക, സ്കൂൾ ടൈമിലാകുമ്പോൾ പിന്നെ അതൊക്കെ അങ്ങോട്ട് ശരിയായിക്കുള്ളൂ. പിന്നെ ഇപ്പോൾ അവർക്ക് അതിൻ്റെ പ്രായമായിട്ടുള്ളൂ. 3 വയസ്സ് 3.5 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ അവരിപ്പോൾ എപ്പോഴും കിടന്ന് ഉറങ്ങുകയും കളിക്കുകയൊക്കെ ചെയ്യേണ്ട പ്രായമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാക്കോച്ചൻ കണ്ണ് തെറ്റിയ കട്ടള കിടക്കുക എന്നുള്ളതാണ് അവൻ്റെ മെയിൻ പണി കേട്ടോ. കട്ടള കിടക്കുക, പിന്നെ വിളിച്ചാൽ അപ്പോൾ വിളിപ്പുറത്ത് വരും മൂപ്പര്. അപ്പോൾ ഇതൊക്കെ ഇന്നലെ ഞാൻ കിടക്കുമ്പോൾ അങ്ങനെ തന്നെ ഇട്ടുണ്ടായിരുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ദേ ഇവിടെ എന്താ പറയുക, അടുക്കള ഓണായി. അപ്പോൾ ഇന്ന് രാവിലെ എന്തിട്ടായിരുന്നു ശരിക്കും ഇതിൻ്റെ ഓർമ്മയിൽ ചപ്പാത്തി പൂരിയായിരുന്നു. ചപ്പാത്തി കട്ട് ചെയ്തിട്ട് പൂരി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഡിവൈൻ പരിപ്പ് കറി ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ ഫുള്ള് എനിക്ക് തോന്നുന്നു ഡിവൈനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഡിവൈൻ്റെ വീഡിയോയിൽ കണ്ടറിയാം നിങ്ങൾക്ക്. അപ്പോൾ ഇന്ന് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആക്കിയതിന് ശേഷം ഡിമ്പിൾ ഒരൊറ്റ ഇരിപ്പിരുന്നു നമ്മളുടെ മറ്റേ എന്താ പറയുക ബില്ലിങ്ങിനും ഫോട്ടോസിനും കാര്യങ്ങൾക്കൊക്കെ. ഞാനും ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എല്ലാവർക്കും അതിൻ്റേതായ ഓരോ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഡാഡി പുറത്ത് പോയി പ്ലേറ്റ് ചെയ്ത സാധനങ്ങൾ കുറച്ച് കൊണ്ടുവന്ന് കുറേ ഓർഡറുകൾ ഉണ്ടായിരുന്നത് അത് കൊടുത്തു. അങ്ങനെ ഇന്ന് മൊത്തം ബിസിയായിരുന്നു. കാരണം ഇന്നലെ ഒരു ദിവസം ഫുള്ള് നമ്മൾ റെസ്റ്റ് എടുത്തല്ലോ. ഇന്നലെ മാത്രമല്ലല്ലോ, ഞായറാഴ്ചയും ഒക്കെ റെസ്റ്റ് എടുത്തതിൻ്റെ ഒരു തിരക്കാണ് തിങ്കളാഴ്ച ഉണ്ടാവുക. പക്ഷേ തിങ്കളാഴ്ചയും ഇന്നലെ പുറത്ത് പോക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഇന്ന് അതിൻ്റെ എല്ലാ തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോൺ ദേ കുട്ടികളെയും കൊണ്ട് പോയി. അപ്പോൾ ഇന്ന് ഡോൺ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. കാരണം ഡാഡിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഡാഡി പോയി വരികയാണെങ്കിലും ഒരു മണിക്കൂർ അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ വല്ലതും ചെയ്യുന്ന ഫ്ലോ പോവും. അപ്പോൾ ഞാൻ ബാക്കി പൂരി ഉണ്ടാക്കാനായിട്ട് ഞാൻ നിന്നു. പരിപ്പ് കറി ഡിവൈൻ വെച്ചു കേട്ടോ. അപ്പോൾ പൂരിയുടെ കൂടെ എനിക്ക് എപ്പോഴും പൂരി ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ഫ്രൈംസ് ഒപ്പം വറുക്കുക എന്നുള്ളതൊരു ശീലമുണ്ട് കേട്ടോ. ആ എണ്ണ ഓഫാകുമ്പോൾ അതിൽ നിന്ന് ഒരു 4 എണ്ണം എടുത്തിട്ട് അതെടുത്ത് തിന്നും ഞാൻ. എനിക്കെന്തോ അത് കുഞ്ഞിലേ തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒരു തരം എന്താ പറയുക, നമ്മൾ ഓർമ്മകൾ എന്ന് പറയില്ലേ, പണ്ട് ഞങ്ങൾ കണ്ണകുളങ്ങരയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങണോടത്ത് രാജേട്ടൻ്റെ ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കവറിൽ ഇതിങ്ങനെ എന്താ പറയുക, അന്നൊക്കെ റെഡിമെയ്ഡ് കിട്ടുന്നതാണ് കേട്ടോ വയ്ക്കുക. അപ്പോൾ ഇറ്റാനുവല്യമ്മ വരുമ്പോൾ ഞങ്ങൾക്കത് വാങ്ങിക്കൊണ്ടുവരും. പിന്നെ എന്താ പറയുക, നമ്മളുടെ അവിടെ ലില്ലിയേച്ചി ഉണ്ട്. അപ്പോൾ ലില്ലിയേച്ചി മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഇത് വറുക്കാത്തത് വാങ്ങിക്കൊണ്ടിരുന്ന കണ്ടിട്ട് അങ്ങനെയാണ് ഞങ്ങളും വാങ്ങി തുടങ്ങിയത് കേട്ടോ. അങ്ങനെ വാങ്ങി വറുത്ത് എന്താ പറയുക, ഇപ്പോഴും അത് വറുക്കുമ്പോൾ എനിക്ക് ആ ഓർമ്മയാണ്. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഡിവൈനും ഡിമ്പിളിനും ഒരു കുട്ടി അനു എന്ന് ആ മോളുടെ പേര് പറഞ്ഞ, ഡിമ്പിളിന് കറക്റ്റ് അറിയുള്ളൂ. ആ മോള് 2 പേർക്കും ഗിഫ്റ്റ് കൊടുത്ത് അയച്ചതാണ് കേട്ടോ. ആ മോള് നാട്ടിലില്ല, ഏതൊരു ബൂട്ടിക്കിൽ പറഞ്ഞിട്ട് അയച്ചതാണെന്നാണ് എനിക്ക് തോന്നണേ. എനിക്ക് അങ്ങനെ മനസ്സിലായത്. ശരിക്കും ഇന്നലെ ഡിവൈൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ കിട്ടി. പക്ഷേ ഞങ്ങൾ ഇന്നലെ ഫുൾ പുറത്തല്ലായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നാണ് വീണ്ടും അവർ കൊണ്ടു തന്നത്. ഇന്നലെ മടക്കി കൊണ്ടുപോയിട്ട് ഇന്ന് കൊണ്ടുവരിക ചെയ്തത്. അങ്ങനെ കുട്ടികൾ പിള്ളേർസ് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ പിള്ളേർസ് എത്തിയിട്ടോ. അപ്പോൾ അവർക്ക് ഇന്ന് ചില ദിവസം വരുമ്പോൾ പറയും ചോറ് മതി, ചില ദിവസം നൂഡിൽസ് പറയും. അപ്പോൾ ഇന്ന് പറഞ്ഞത് ഫ്രഞ്ച് ഫ്രൈസാണ്. അപ്പോൾ ഞാനത് വറുത്ത് അവർക്ക് കൊടുക്കാൻ നിൽക്കും. അപ്പോൾ ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ എന്തുട്ടായിരുന്നു, കടല ഉപ്പേരി, ഇന്നലെ രാത്രിയിലത്തെ കടല ഉപ്പേരി ഉണ്ടായിരുന്നു, മീൻകറി ഇന്നലത്തെയാണ്. അങ്ങനെ എന്താ പറയുക, ഒക്കെ പഴയ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് വിട്ട് വഴുതിനെങ്കിൽ എന്തോ അങ്ങോട്ടാണ് കറി വെച്ചിരിക്കുന്നത്, അതിനെന്തോ ഒരു പേരുണ്ട് കേട്ടോ. ഞങ്ങൾ വേളാങ്കണ്ണി പോയപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈൻ പറഞ്ഞു അവർ സ്ഥിരം വെക്കുന്ന ഒരു കറിയാണ് എന്ന് പറഞ്ഞു, തൊക്കുന്ന അങ്ങനെ എന്തിട്ടാണ് പറഞ്ഞിട്ടോ. അങ്ങനെ അപ്പോൾ ഇന്നാണ് നമ്മുടെ ചാക്കോച്ചൻ ഫസ്റ്റ് കുറച്ചധികം സ്റ്റെപ്പുകൾ മുന്നിലേക്ക് വന്ന ദിവസം കേട്ടോ. അപ്പോൾ അവൻ ഇപ്പോൾ 2 ദിവസമായിട്ട് അക്കിയുടെ കൂടി ആയതുകൊണ്ട് അവിടെ നിറച്ച ഫർണിച്ചറുള്ള കാരണം ഇങ്ങനെ പിടിച്ച് നടന്ന് അവൻ ശരിക്കും ഇന്ന് ഇവിടെ കുറച്ച് ഇപ്പോൾ 3 പ്രാവശ്യമായിട്ട് നടന്നു കേട്ടോ മൂപ്പര്.
അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടി ഞാൻ പറഞ്ഞില്ല, ഇന്ന് അങ്ങനെ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല എന്ന്. ഞാനങ്ങനെ 4 ഉച്ചയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ശരിക്ക് കുട്ടികളൊക്കെ കിടന്നുറങ്ങി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പാദ്യമ്പറമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പട്ടികൾക്ക് ഒരു ട്രിപ്പ് ഭക്ഷണം കൊടുത്തു. ഞാൻ പറയാറില്ലേ 4 മണിയാകുമ്പോൾ ഒന്ന് കൊടുക്കും, പാലും എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് തോന്നി ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് കിടക്കാം. അപ്പോൾ ഡാഡി ഓൾറെഡി കിടന്നു, പിള്ളേർസൊക്കെ കിടന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഡിവൈനും ഡിംപിളും കൂടിയിട്ട് കഴിച്ചതാട്ടോ ചോക്ലേറ്റ് ഡ്രിങ്ക്. അപ്പോൾ അത് സെൻസോൻ്റെയാണ്. പക്ഷേ എനിക്ക് എന്തോ പേഴ്സണലി ഇഷ്ടമല്ല, എനിക്കങ്ങനെ ചോക്ലേറ്റിനോട് വലിയ ഇഷ്ടമല്ല. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ്. അപ്പോൾ ഞാനിനി അപ്പോൾ ചായ വാങ്ങിക്കും. ഇത് ഞാൻ വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചു, കാരണം കുട്ടികൾ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ അല്ല, അത് അവരുടെ ഇഷ്ടമല്ല, അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വാഷ് ചെയ്തെങ്കിലും തുണി തോരയിടാനായിട്ട് കുറച്ച് ലേറ്റായി, കാരണം പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തുണി തോരയിടാൻ നിന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഇരിക്കാമെന്ന്. അങ്ങനെ നമ്മുടെ 3-in-1 ടീ പൗഡർ ഉണ്ടല്ലോ, അപ്പോൾ വേറെ ഒന്നുമില്ല, വെറുതെ കുറച്ച് വെള്ളം തിളപ്പിക്കുക, ഇതിൽ നിന്ന് നല്ല 2 സ്കൂപ്പ് ഈ പൗഡർ ഇടുക, ഈ തിളച്ച വെള്ളം ഒഴിക്കുക, ഇളക്കുക, കുടിക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പണികളുടെ ഇടയിൽ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കണമെന്ന് തോന്നുമ്പോൾ ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. എന്ന് വെച്ചിട്ട് ഇത് എന്നും ഈ ചായ കുടിക്കും എന്നല്ല, എപ്പോഴും ഈ ചായ അല്ല കേട്ടോ, ഞങ്ങൾ വെച്ച ചായയാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കഴിഞ്ഞ് ഒന്ന് കിടക്കണ നേരത്തെ ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് തോന്നുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പണിയാണിത്. നല്ല ചായയാണ് കേട്ടോ, ഒട്ടും നമുക്കൊന്നും പറയാൻ പറ്റില്ല, അത്ര ടേസ്റ്റി ചായയാണ്. സെൻസോൻ്റെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് പൗഡർ എനിക്ക് തോന്നുന്നു വേറെ ഏതോ ബ്രാൻഡാണ്, പക്ഷെ എല്ലാം നല്ലതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ തിളച്ച വെള്ളം ബാക്കി വരുമ്പോൾ ഇതിലേക്ക് ഒഴിക്കുക ചെയ്യുക. അപ്പോൾ അത് എപ്പോഴും രാത്രി ആയാലും കിടക്കുമ്പോൾ ഞാൻ ഒരു കപ്പ് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിക്കും. അപ്പോൾ നമ്മുടെ ചിലർക്കൊക്കെ സംശയം, ചിലർക്കല്ല, നമ്മുടെ ജയന്തി ചേച്ചിക്ക് ഒരു സംശയം, റോബർട്ടിനെ ഇപ്പോൾ ഇറക്കി വിടണില്ലേ എന്ന്. അപ്പോൾ എല്ലാ ദിവസം 2 ദിവസം ഞാൻ അടുപ്പിച്ച് കാണിച്ചാൽ ഈ ജയന്തി ചേച്ചി എന്നെ ചോദിക്കും ബോറടിക്കണമെന്ന് പറയും. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ, കാരണം ഇടയ്ക്ക് നമ്മൾ കുറേ പേരിൽ ഒരാളെയൊക്കെ ഓർത്തിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഭാഗ്യമല്ലേ. അപ്പോൾ ജയന്തി ചേച്ചിക്കാണ് ആ ഭാഗ്യം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഞങ്ങളുടെ ഇതിലുള്ളത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായയും ഒരു 3 ബിസ്ക്കറ്റും ഒക്കെ എടുത്ത് ഞാനത് കഴിച്ചിട്ടാണ് പിന്നെ ഞാൻ കുറച്ച് നേരം ഇതിൻ്റെ ആവശ്യത്തിന് ഇരിക്കാമെന്ന് വെച്ചപ്പോൾ എനിക്ക് തോന്നി വേണ്ട, കുറേ നേരം ഇത് അറിഞ്ഞിരിക്കണം, കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കിടന്നു. പക്ഷേ കിടന്നപ്പോൾ ഉണ്ടല്ലോ സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡിംപിൾ എനിക്ക് ഞാൻ തലയിൽ കുറച്ച് മറ്റേ റോസ്മേരിയുടെ വാട്ടർ ഒന്ന് പുരട്ടി, കാരണം മുടി ഭയങ്കര കൊഴിച്ചിലാണ്. അപ്പോൾ ഇത് ഞാൻ പുരട്ടി തുടങ്ങിയപ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു. വീണ്ടും ആ പനിയും ചുമയൊക്കെ വന്നപ്പോൾ ഞാനത് നിർത്തിയത്. അപ്പോൾ ഇന്ന് തൊട്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ വല്ലപ്പോഴാണ് തോമു ഇങ്ങനെ കൊഞ്ചാൻ വന്നിരിക്കുക. അപ്പോൾ ഇന്ന് എന്തോ ഞാൻ പറയും ജനിച്ച ദിവസമാണ്, അങ്ങനെ മൂപ്പർക്ക് ഇങ്ങനെ മടിയിൽ വന്നിരുന്ന് കൊഞ്ചാനൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് വന്ന് കൊഞ്ചലും കളിക്കലാണ് കേട്ടോ ഇന്നത്തെ മെയിൻ പണി അവൻ്റെ. അപ്പോൾ അങ്ങനെ നമ്മുടെ എന്താ പറയുക, വൈകുന്നേരമായപ്പോഴേക്കും നമ്മുടെ വണ്ടി അറിയാലോ, നമ്മൾ ഇന്നലെ പോയി എടുത്ത വണ്ടി, നമ്പറും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് തോമൂനെയും കൊണ്ട് ഒരു ഡ്രൈവിന് പതുക്കെ, അതായത് എന്തോ വാങ്ങാൻ മറന്നു പോയതാണ് മൂപ്പരെ. അപ്പോൾ അത് പോയപ്പോൾ തോമൂനെ കൊണ്ടുപോയി വന്നതിന് ശേഷം പാച്ചുവിനെ കൊണ്ടുപോയി. അങ്ങനെ അവർ ഞാൻ പറഞ്ഞു വേഗം. അപ്പോൾ ഡാഡിക്ക് ഇന്ന് പനി വന്നു. അപ്പോൾ പനിയായിട്ട് ഡാഡിക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഡാഡി കട്ടൻ കാപ്പി മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഡാഡിക്ക് പനി അപ്പുറത്ത് കൂടെ വന്നാൽ ഡാഡി അപ്പം എടുക്കും. ഡാഡിക്ക് ഭയങ്കര എന്താ പറയുക, പിന്നെ ഒന്നും കഴിക്കാൻ കൂട്ടാക്കില്ല, അങ്ങനെയാണ്. അപ്പോൾ ഡാഡി കിടന്നു. അപ്പോൾ ഞാനും ഡിംപിളാണ്. പിന്നെ ഡിംപിൾ ഇങ്ങനെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഡാഡിയുടെ പോലെ ഓർണമെൻറ്റ്സ് എടുക്കാനും വയ്ക്കാനൊക്കെ പഠിച്ചു തുടങ്ങിയ കാരണം ഞാൻ രക്ഷപ്പെട്ടു. കാരണം ഞാൻ എപ്പോഴും പറയും, ഞാനൊരാൾ അല്ലെങ്കിൽ ഡാഡി ഒരാൾ കിടന്നാൽ ആരെങ്കിലും ഒരാൾക്ക് ഇത് വേണം കേട്ടോ, അറിയണം കേട്ടോ. കാരണം അത്രയും സാധനങ്ങൾ നമ്മൾ ഇന്ന സാധനം ഇന്ന സ്ഥലത്തിരിക്കണം, ഇന്നതിന് എല്ലാത്തിൻ്റെയും വിലയും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പോൾ ഡാഡി കിടന്നതിൽ ഇന്ന് അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഡിംപിൾ അത് മാനേജ് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇന്ന് ഡിംപിളാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഡോണും ഡിവൈനോട് ഞാൻ വേഗം ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു, കാരണം ഞങ്ങൾ എന്തായാലും ലേറ്റാവും. അത് കഴിഞ്ഞ് വന്ന് ഞാൻ ഈ വൈനുള്ളത് പകർത്തി. പിന്നെ എൻ്റെ കുട്ടി പകർത്തലുകൾ എൻ്റെ സെക്ഷനാണ്. വൈൻ പകർത്തി, അത് കഴിഞ്ഞ് ഫിൽറ്ററിൽ വെള്ളം ഒഴിച്ചു, അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, ചോറ് പാത്രങ്ങളിലാക്കി, കറികൾ ബാക്കിയുള്ളത് പകർത്തി. അങ്ങനെ വന്ന് ബാക്കി പണികൾക്കും കൂടി ഇരുന്നു. അപ്പോൾ പാച്ചു ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഒന്ന് ഒതുക്കി. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, എന്നാലും എന്തൊക്കെയോ ഉണ്ട്, അത്രയേ ഉള്ളൂ.
പിന്നെ ഓർണമെൻറ്റ്സ് കണ്ടമാനം കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഒക്കെ ആൻറ്റിക്കിൻ്റെയാണ് വന്നേക്കുന്നത്. ഒരു സെക്ഷൻ ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അത് പിന്നെ നിങ്ങളോട് പറയണ്ടല്ലോ, നമ്മൾ കുറേ വർഷങ്ങളായിട്ടുള്ളതല്ലേ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ പതിവുപടി യൂദാശ്ലീഹയുടെ നൊവേന നിങ്ങളും ചൊല്ലുക. കുറേ പേര് പ്രാർത്ഥനയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ. അപ്പോൾ എല്ലാവരും ഈ സമയത്ത് എന്താണോ നിങ്ങളുടെ ആവശ്യം അത് യൂദാശ്ലീഹയോട് അല്ലെങ്കിൽ എന്താ പറയുക, കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക. ഞാനും എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കാം. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്ക് ബൈ.